അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാതെ മുസ്ലിം ലീഗ്. കോൺഗ്രസിന് വിഷയത്തിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. മറ്റു പാർട്ടികളുടെ മതേതര നിലപാട് ലീഗ് നേതാക്കൾ ഓർമ്മിപ്പിച്ചു. അയോധ്യ സംബന്ധിച്ച് കോൺഗ്രസിൽ പരസ്യ പ്രതികരണങ്ങൾ വിലക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ BJP അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് പ്രചാരണായുധമാക്കുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. സോണിയാഗാന്ധി ഉൾപ്പെടെ 4 പ്രധാന നേതാക്കൾക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണം തള്ളാനോ കൊള്ളാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. മൃദുഹിന്ദുത്വത്തിന് അപ്പുറമുള്ള ഇന്ത്യ സഖ്യ താൽപര്യങ്ങളും പ്രാദേശിക സാഹചര്യങ്ങളുമാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിലും ഭിന്നത നിലനിൽക്കെയാണ് മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കിയത്. സമസ്ത ഉൾപ്പെടെ കോൺഗ്രസിനെ വിമർശിക്കുമ്പോഴും ലീഗിന്റെ പ്രതികരണം കരുതലോടെയായിരുന്നു. അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ എതിർത്തും അനുകൂലിച്ചും നേതാക്കൾ പരസ്യപ്രസ്താവന നടത്തുന്നത് തിരിച്ചടിയായതോടെ ഹൈക്കമാൻഡ് വാളെടുത്തു. പരസ്യപ്രസ്താവന വിലക്കി. ക്ഷണം വ്യക്തിപരമെന്ന് പറഞ്ഞ് അയോധ്യ വിഷയത്തെ ലഘൂകരിക്കാനും കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രസിഡന്റിനും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കൊക്കെ അവരുടെ വ്യക്തിപരമായിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ച് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത CPM BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്നും രംഗത്തെത്തി. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് സീതാറാം യെച്ചൂരി ആരോപിച്ചു. Open politicization of religion, which is not in consonance with the Constitution of India or the Supreme Court rulings. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.